Hi guys, back to my channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൈത്തന്റെ സ്ട്രിങ്ങിലെ സ്ലൈസിംഗ് ആയിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ പോസിറ്റീവ് നമ്പർ ഉപയോഗിച്ചാണ് മാത്രമല്ല പഠിച്ചത്. ഈ വീഡിയോ നമ്മൾ നെഗറ്റീവ് ഇൻഡെക്സിങ് ഉപയോഗിച്ചുള്ള സ്ലൈസിംഗ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഇൻകം ജോബ്സ് വാങ്ങുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജിൽ പൈത്തൺ ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ഏത് ലാംഗ്വേജ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്തോളി, ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. പൈത്തൺ ആണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരും. നല്ലൊരു ജോബ് കിട്ടുന്നവരെ കൂടെ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ നെഗറ്റീവ് ഇൻഡെക്സിംഗ് ആണ് നോക്കുന്നത്. നെഗറ്റീവ് ഇൻഡെക്സ് നമ്മൾ സെയിം കോട്ടൺ ഉപയോഗിക്കുക, ഐ ലവ് ഫെയിലിയർ. അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഇൻഡെക്സ് നമ്മൾ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി എഴുതിച്ചത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ 0 അങ്ങോട്ട് 0 1 2 3 4 എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇപ്പൊ -1 -2 -3 ആണ് പോകുന്നത്. നോക്കിയാൽ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഐ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ ലാസ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ഇ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മളെ റൂളാണ്. നെഗറ്റീവ് ഇൻഡെക്സിംഗ് പറഞ്ഞാൽ ലാസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. -1 കഴിഞ്ഞിൽ നമ്മൾ 0, ഇതിൽ നമ്മൾ -1. റൂൾസ് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവാം. -1 -2 -3. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എഫ് എങ്ങനെ കിട്ടുക? -7 നോക്കണേ, മൗസ് പോയിന്റർ ഒക്കെ -7. ഈ ഐ എങ്ങനെ കിട്ടുക? -5. ഇനി നമുക്ക് ഈ ലാസ്റ്റത്തെ ഇ എങ്ങനെ കിട്ടുക? -1. ഈ ഇ എങ്ങനെ കിട്ടുക? -9. അത്രേ ഉള്ളൂ. ആ ഇൻഡെക്സ് നമുക്ക്. അപ്പൊ ഇതെങ്ങനെ ഇൻഡെക്സ് നമ്മൾ എഴുതൂലല്ലോ, കോഡിലാണ് ചോദിക്കും. അത് നമുക്ക് ആവശ്യം വരുന്ന കേസുകളുണ്ട്. അത് നമുക്ക് അപ്പോ എന്തുകൊണ്ടാണ് മനസ്സിലാക്കി. ഇപ്പൊ ജസ്റ്റ് എന്താണ് ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. നെഗറ്റീവ് ഇൻഡെക്സിങ് എന്താണ്, അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പൊ നമ്മളോട് പറയാണ്, ഒരു വേർഡ് ഉണ്ട്, ഒരു സെന്റൻസ് ഉണ്ട്, അതിന്റെ ലാസ്റ്റ് ഒരു 10 ലെറ്റർ എടുത്ത് പറഞ്ഞായി നമുക്ക് ഇൻഡെക്സ് ആരേണ്ട ആവശ്യമുണ്ടോ? നമുക്കറിയാലോ ലാസ്റ്റത്തെ ഇൻഡെക്സ് എന്താവും, -1. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ കഴിയും. അല്ലാതെ നമ്മൾ സെന്ററിൽ പോയിട്ട് -8 എടുത്തുകൊണ്ടിരിക്കുക, അങ്ങനെ നമ്മൾ ചെയ്യില്ല. പക്ഷെ ഇതിന് യൂസിങ് ഒരുപാട് സ്ഥലത്തുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കുക. സിംഗിൾ ക്യാരക്ടർ ഫെച്ചിങ് നെഗറ്റീവ് ഇൻഡെക്സിങ് ഉപയോഗിച്ചിട്ട് എങ്ങനെ? കോട്ട് എന്താ? നമ്മളെ വേരിയബിൾ നെയിം, അതിന്റെ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ. സ്ക്വയർ ബ്രാക്കറ്റ് ഇതിന്റെ റൂളാണ് ഇൻഡെക്സ് ഫെച്ചിങ്ങിന്റെ. -1 കൊടുത്താൽ ലാസ്റ്റത്തെ ഇങ്ങോട്ട് പോരും. കോട്ട് എടുത്തിട്ട് -10 കൊടുത്താൽ -10 എന്താ വി ഇങ്ങോട്ട് പോരും. അത്രേ ഉള്ളൂ. നെഗറ്റീവ് ഇൻഡെക്സിങ് സിംഗിൾ ഫെച്ച്. ഇനി നമുക്ക് എന്താ പറയാ, മൾട്ടിപ്പിൾ ക്യാരക്ടർ ഫെച്ച്. ഇപ്പൊ എങ്ങനെ വെച്ചാല് എനിക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് ഉപയോഗിച്ചാൽ ലവ് മാത്രം എടുക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട നോക്കണേ, വേരിയബിൾ കൊടുത്തിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എൻഡിങ് ഇൻഡെക്സ് കൊടുക്കുക. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്താ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പ്രോപ്പർ ആയിട്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് മാത്രം ഇത് കണ്ടാൽ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. കൺഫ്യൂഷൻ വന്ന ഫസ്റ്റ് ആയിട്ട് അത് കാണണം, അല്ലെങ്കിൽ ഇത് കണ്ടു പോയിക്കോളൂ, കുഴപ്പമില്ല. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്താ? നമുക്ക് ലവ് അല്ല വേണ്ട ഇവിടെ. അപ്പൊ എന്താ? -12. എൻഡിങ് ഇൻഡെക്സ് ലവ് അല്ല വേണ്ടത്, ഈ ആണ് നമ്മൾ എടുക്കേണ്ട എൻഡിങ് ഇൻഡെക്സ്. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് കറക്റ്റ് ആണ്, -12. പക്ഷെ എൻഡിങ് ഇൻഡെക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് മുന്നോട്ട് ചാടി എടുക്കണം. അപ്പൊ നമുക്ക് ലവ് വേണമെങ്കിൽ ഈ സ്പേസ് എടുക്കണം. അപ്പൊ -12 -8 ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ദ ഇൻഡെക്സ്, ഇൻക്ലൂഡ് ദാറ്റ് ഇൻഡെക്സ്, സ്റ്റോപ്പ് ബിഫോർ ദ ഇൻഡെക്സ്. നമുക്ക് എക്സ്ക്ലൂഡ് ദാറ്റ് ഇൻഡെക്സ് നമ്മൾ കൊടുത്തത് എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഒന്ന് മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ കിട്ടും. അത്രേ ഉള്ളൂ. കറക്റ്റ് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഒന്ന് ജമ്പ് ചെയ്ത് ഇപ്പുറത്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ക്യാരക്ടർ നെഗറ്റീവ് ആയിട്ട് വെച്ച് ചെയ്യുന്നത് -12 to -9 എന്താ? -12 എന്താ? L വരും. -9 E. അപ്പൊ നമുക്ക് ഇവിടെ ഈ വരൂലല്ലോ, കാരണം നമ്മൾ ഒന്ന് മുന്നോട്ട് ചാടിയിട്ടല്ലേ, മുന്നോട്ട് ചാടി എടുത്തതാണിത്. അപ്പൊ ഇവിടെ വരെ വരുള്ളൂ, LOV മാത്രമേ വരുള്ളൂ. ഇനി കോട്ടില് -12 എന്താ? L, -8 എന്താ? സ്പേസ്. അപ്പൊ നമുക്ക് ലവ് ഫുള്ള് വരും. ഞാൻ ചെയ്ത് നോക്കാം. കോട്ടില് -7, മൗസ് പോയിന്റർ നോക്കണേ, -7 ഇവിടെ F, -3 എന്താ? U. അപ്പൊ ഈ F തുടങ്ങിയിട്ട് യുവിന്റെ മുന്നിട്ട് ജമ്പ് ചെയ്തതാണ്. അപ്പൊ L വരെ വരും. ഫെയിൽ മാത്രമേ വരുള്ളൂ. ഫെയിലിയർ വരണമെങ്കിൽ നമ്മൾ -2 കൊടുക്കണം. അപ്പൊ നമുക്ക് -3 കിട്ടും. ഫെയിലിയർ ആണെങ്കിൽ -7 മുതൽ -2 വരെ കൊടുക്കണം. അത് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ്? ഐ ലവ് ഫെയിലിയർ അല്ലേ. ഞാൻ സിംഗിൾ ഫെച്ച് ചെയ്യാൻ പോകുന്നു. പ്രിന്റ് ചെയ്യാൻ കൊടുക്കണം എന്തെങ്കിലും അറിയില്ല, അതിന്റെ ഔട്ട്പുട്ട് കാണാനാണ്, ഡയറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ പ്രിന്റ് കൊടുക്കുന്നത്. അറിയില്ലാണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോസ് കണ്ടൊക്കെ മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്തു? -1 ഇൻഡെക്സ് പ്രിന്റ് ചെയ്യാൻ പോകും. അപ്പൊ കോട്ടിന്റെ സ്ട്രിങ്ങിന്റെ -1 പ്രിന്റ് ചെയ്ത് എന്താ ഉണ്ടാകുക? ലാസ്റ്റ് നമ്മൾ കണ്ടില്ലേ, നമുക്കൊരു സെന്റൻസിന്റെ ലാസ്റ്റിൽ എന്താണ് കാരണമെങ്കിൽ
-1 ഒക്കെ ഉപയോഗിക്കാം. അതിന് മുന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് വേണമെങ്കിൽ കിട്ടും നമുക്ക് ലാസ്റ്റ്. നമുക്ക് മനസ്സിലാവുന്നത് ഫുള്ള് കണ്ടു നോക്കിയാൽ മതി. ഞാൻ എന്ത് ചെയ്യണേ, ഈ -1 പകരം -6 കൊടുത്തു. -6 എന്താ? -6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അപ്പൊ നമ്മൾ നോക്കിയാൽ -1, -2, -3, -4, -5, -6 സിംഗിൾ ഫെച്ച് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഫെച്ച് നോക്കാം. സിംഗിൾ ഫെച്ച് ക്ലിയർ ആയി. അപ്പൊ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും ഒരു എൻഡ് ഇൻഡെക്സും ആണ് കഴിഞ്ഞ വീഡിയോ കാണുന്നത്. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും ഒരു എൻഡിങ് ഇൻഡെക്സ്. ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും ഉണ്ട്, ഇവിടെ ഒരു എൻഡിങ് ഇൻഡെക്സും ഉണ്ട്. നമ്മൾ ഈ രീതിയിൽ പറഞ്ഞു. ഇവിടെ കണ്ടില്ല നിങ്ങള് വേരിയബിൾ സ്റ്റാർട്ട് ഇൻഡെക്സ് എൻഡ് മൾട്ടിപ്പിൾ ഫെച്ച്. സ്റ്റാർട്ട് ഫ്രം ദ ഇൻഡെക്സ്. സ്റ്റാർട്ട് എന്ത് ചെയ്ത് ഞാൻ തൽക്കാലം ഇവിടെ തന്നെ കൊടുക്കാൻ മതി. ഒരു എക്സാമ്പിൾ കൊടുത്തില്ല നമ്മള്. -12 കൊടുക്കുക. -12 സ്റ്റാർട്ട് ഇൻഡെക്സ്, എൻഡ് ഇൻഡെക്സ് -9. നമുക്ക് നോക്കുക. സ്റ്റാർട്ട് ഇൻഡെക്സ് എന്താ? -12. -12 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം L. അപ്പൊ ഈ L മുതൽ വരും. -9 E. അപ്പൊ നമുക്ക് ഈ 3 ലെറ്റർ ആണ് വരേണ്ടത്. നോക്കുക, കണ്ടാ 3 ലെറ്റർ വന്നില്ലേ? സ്റ്റാർട്ട് ചെയ്ത -12. കാരണം ഇവിടുന്ന് -1 E ആണ്, ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെ വേണമെങ്കിൽ ഇത്. ഞാൻ -8 കൊടുത്ത് നോക്കുക. അപ്പൊ ഫുള്ള് വരും ലവ് എന്നില്ലേ? ഞാൻ -7 കൊടുത്താലാ ആ ലവും ഒരു സ്പേസും ഉണ്ടാവും ഇവിടെ. കണ്ടെങ്കിൽ ഒരു സ്പേസ് എന്നില്ലേ? ഓക്കെ, അപ്പൊ അത് നമുക്ക് മനസ്സിലായി മൾട്ടിഫെച്ചിങ്. നമുക്ക് സെയിം തന്നെ എന്താ പറയാ ഒരു റൂൾ കൊണ്ട് നമ്മളിപ്പോ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും കൊടുത്തിട്ട് ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. പോസിറ്റീവ് നമ്പർ വെച്ചാൽ ഇതിൽ നെഗറ്റീവ് വെച്ച് പറയുന്നത് അത്രേ ഉള്ളൂ. അതും ഇതുകൂടെ കണ്ടാൽ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും, രണ്ടും മനസ്സിലാവും. അപ്പോൾ സെയിം തന്നെ നമ്മളെ നമ്പർ -1 മുതൽ -14 വരെ പോയി മൾട്ടിപ്പിൾ ക്യാരക്ടർ ഫെച്ച് ചെയ്യാണ്. വായിച്ചു വേരിയബിൾ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എൻഡിംഗ് ഇൻഡെക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഇൻഡെക്സ് കൊടുത്തു, എൻഡിംഗ് ഇൻഡെക്സ് ഇല്ല. രണ്ടാമത്തെ എന്താ മഞ്ഞ കളർ ഇതിൽ കൊടുത്തിട്ടുള്ളത്? സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഇല്ല, എൻഡിംഗ് ഇൻഡെക്സ് ഉണ്ട്. ചെയ്ത് നോക്കുക. എക്സാമ്പിൾ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് മാത്രം കൊടുത്തുകൊണ്ട് -12 എന്താ? L മുതൽ ഫുള്ള് ഇങ്ങോട്ട് വരും, ലവ് ഫെയിലിയർ. -8 എന്താ? -8 ഈ സ്പേസ് മുതൽ ഇങ്ങോട്ട് സ്പേസ് ഫെയിലിയർ വരും. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഇല്ല, -8 ഉണ്ട്. -8 എന്താ? സ്പേസ്. അപ്പൊ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് എവിടെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ആ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ വരും. -8 എവിടെ? സ്പേസ്. I love വരും. വെച്ചാൽ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഇല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ എൻഡ് ചെയ്യാൻ പറഞ്ഞത് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ വരും. നമ്മൾ എൻഡിലാണ് ബ്രേക്ക് ചെയ്യണത്. ഇനി നമുക്ക് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഉണ്ട്, എൻഡിങ് ഇൻഡെക്സ് ഇല്ലാന്ന് വിചാരിക്കും. അപ്പൊ എന്താ സ്റ്റാർട്ടിങ് എവിടെന്നാ പറഞ്ഞത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഫുള്ള് ഇങ്ങോട്ട് വരും. ചെയ്ത് നോക്കിയാൽ ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇവിടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും ഉണ്ട്, അതിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, എൻഡിങ് ഇൻഡെക്സും ഉണ്ട്. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ റൂൾസ്. ഇനി നമ്മള് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുക്കുകയാണ് ഞാൻ -12, എൻഡിങ് ഇൻഡെക്സ് ഇല്ല. അതിന്റെ അർത്ഥം തരോ? -12 ഏതാണെന്ന് നോക്കാം നമുക്ക് ആദ്യം. I ആണ്. ഇവിടെ ഒക്കെ എളുപ്പമാവും. L മുതൽ നമ്മൾ തുടങ്ങാനാ പറഞ്ഞു. എൻഡ് ഇൻഡെക്സ് ഇല്ലല്ലോ, അങ്ങോട്ട് ഫുൾ ആണ്ട് പോയിക്കോ. റൺ. I love failure. എന്താ ഞാൻ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് -12, എൻഡിങ് ഇൻഡെക്സ് ഇല്ല, ഫുൾ ആയിട്ട് പോയി. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഞാൻ ഫെയിലിയർ കിട്ടണോ? ഫെയിലിയറിന്റെ ഇൻഡെക്സ് എത്ര? -7 ആണ്. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എപ്പോഴും നമ്മൾ കറക്റ്റ് കൊടുക്കാം, ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. -7 അല്ലേ? -7 ഫെയിലിയർ. ഇപ്പൊ നമുക്ക് ഫെയിലിയർ കിട്ടണം. എന്താ ഫെയിലിയർ വന്നു? സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എൻഡിങ് ഇൻഡെക്സ് കൊടുക്കുക. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുത്തിട്ടാണ്. ഇനി സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുക്കാതെ ഇവിടെ മാത്രം കൊടുക്കുക, എൻഡിങ് ഇൻഡെക്സ് മാത്രം കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താ? സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഫസ്റ്റ്ന്നേ വന്നുകൊണ്ടിരിക്കുക, എപ്പോഴും ഫസ്റ്റ് നിന്ന് വരും. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? I love ആണ്. I loveന്റെ എന്താ? E. അപ്പൊ നമ്മളൊന്ന് ജമ്പ് ചെയ്യണം, എപ്പോഴും സ്റ്റോപ്പ് ചെയ്യണ സമയത്ത് പറയും. അപ്പൊ ഈ -8 നമ്മുടെ -8 കൊടുക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് -8 പറയണമെങ്കിൽ ഇപ്പൊ ഈ സ്പേസ് ആണ് -8 നമുക്ക് അറിയാം. അപ്പൊ സ്റ്റാർട്ടിങ് എവിടെ? I മുതൽ നമ്മൾ റൂൾസ് കൊടുക്കുന്നില്ല അവിടെ. അപ്പൊ I മുതൽ ലവ് വരാണ്ട് വരുന്നു. I മുതൽ ലവ് വരാന്ന്. ഞാൻ ഇങ്ങനെ കൊടുത്താൽ എന്താ ഉണ്ടാകാരോ? സ്റ്റാർട്ടിങ് മുതൽ സ്റ്റാർട്ടിങ് തന്നെ എൻഡിങ് വരെ എൻഡിങ് ഇൻഡെക്സ്. അതിന് രണ്ടിനും റൂൾസ് കൊടുത്തില്ല. ഈ സംഭവം ഇതും ഒരേ മീനിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രിന്റ് ചെയ്യണം ഈ കോട്ട് എന്താണെന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? I love failure.
അത് തന്നെയാണ് ഇതും. കാരണം എന്താ നമ്മള് റൂൾസിൽ എന്താ പറഞ്ഞത്, സ്റ്റാർട്ട് ഫുള്ള് എൻഡ് ഫുള്ള്, പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് കോട്ട് പ്രിന്റ് ചെയ്താൽ മതി. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ സ്ലൈസ് ചെയ്യുന്ന സമയത്താണ്. നമുക്കൊരു ഭാഗം വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ വെച്ച് നമുക്കൊരു ഐഡിയ കിട്ടും അവിടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എൻഡ് ഇൻഡെക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം, മൈനസ് എന്തല്ല ഇൻഡെക്സ് ക്യാരക്ടറിന്റെ ഇൻഡെക്സിങ് ഉണ്ടായിരിക്കണം, മൈനസ് 3 സ്പേസ് അവിടെ ഇഷ്യൂ ഇല്ല അതിന്റെ ഉള്ളില്, -6 -3. അപ്പൊ എന്താ വരിക വെച്ച് കഴിഞ്ഞാൽ ഇത് കൺഫ്യൂഷൻ ആണ്ട, ഇതാണ് രണ്ടാമത്തെ പ്രിന്റിങ്, നമുക്ക് ഇത് മാത്രം മതി, -6 A. അപ്പൊ എന്താ -6 എന്താ നോക്കാം, -6 A, -3 എന്താ, -3 U. പക്ഷെ 3 വരില്ല, ഒന്ന് ജമ്പ് ചെയ്യും. അപ്പൊ നമുക്ക് പത്രം -AIL, ഇത്രേ ഉള്ളൂ. ഇനി പോസിറ്റീവ് ഇൻഡെക്സും നെഗറ്റീവ് ഇൻഡെക്സും ആരും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്തായാലും മെസ്സേജ് അയച്ചോ, നമ്മൾ പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മൾ പൈത്തന്റെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ട് ബേസിക്സ് ഹൈ ലെവലിൽ സ്ട്രോങ് ആക്കാനാണ് പ്ലാൻ ചെയ്തതിന്റെ കംപ്ലീറ്റ് എഫേർട്ട് ഞാൻ ഇതിലിടും. അപ്പൊ കൂടെ നമ്മൾ ഒന്നിച്ച് പഠിച്ചുകൊണ്ട് പൈതൺ സ്ട്രോങ് ആക്കുക, എന്നിട്ട് നല്ലൊരു പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള ഫീൽഡുകൾ പോകാം. നിങ്ങൾക്ക് ഡാറ്റ സയൻസ് ആയി ഏത് ഫീൽഡ്, വെബ് ഡെവലപ്മെന്റ്, എങ്ങോട്ട് പോവാം, ഏത് ഫീൽഡിലാണെങ്കിലും എന്റെ സർക്കിൾസും എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും. എനിക്ക് അറിയുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരും. ഓക്കെ. അപ്പൊ ഇനി എന്താ പറയുക, നല്ലൊരു കരിയറിനൊന്നും ഒരു കൺസേൺ ആവരുത്. നല്ല രീതിയിൽ തന്നെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഒരു ഗൈഡ് ചെയ്ത് മാക്സിമം നല്ലൊരു അസിസ്റ്റൻസിന് ഞങ്ങൾക്ക് തരും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഒന്നിച്ച് വേണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വളരാം. ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.